ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ എനിക്കറിയേണ്ടത് മറ്റൊരു വിവരം. ഒരാളെ ഇതിനു മുമ്പ് ഈ ചുറ്റുപാടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അയാളുടെ പേര് നസീർ. അമ്മേ, വെള്ളം കുടിക്കാമേ, വെള്ളം കുടിക്ക. ശാരദ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇതൊക്കെ കേട്ടിട്ടൊന്ന് തല ചുറ്റിയത്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. എവിടുന്നോ ഒരു കൈപ്പത്തി ഒരു പട്ടി കടിച്ചുകൊണ്ട് വന്നു പറഞ്ഞ് ശാരദ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ശാരദാമ്മേ, ശാരദാമ്മേ, നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ പറമ്പിൽ ഒരു പട്ടി കൈപ്പത്തി കടിച്ചോണ്ടിട്ടെന്ന്? അതൊരു മനുഷ്യന്റെ കൈപ്പത്തിയാ, അതും ഒരു പുരുഷന്റെ കൈപ്പത്തി. കേസ് അന്വേഷണത്തിനായി പോലീസ് വന്നിട്ടുണ്ട്. ഇതിന്റെ പേരിലെ എത്ര പേര് ഇവിടെ കുടുങ്ങുമെന്ന് ആർക്കറിയാം? പോലീസുകാരല്ലേ, അവരുടെ ഒരു അഴിഞ്ഞാട്ടം എന്തായാലും അവരോട് നടത്തും. 6 മാസത്തിനുള്ളിൽ കാണാതായവരുടെ മുഴുവൻ ലിസ്റ്റും അവരെടുക്കും. എന്നിട്ട് ആദ്യം പിടിച്ച് അവര് കയറും. നമ്മുടെ കേരള പോലീസല്ലേ, കൊന്നതാണെങ്കിൽ പ്രതികളെ അവർ കൈയോടെ പൊക്കുകയും ചെയ്യും. ഹലോ, ആനു. ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്ന് മാത്രമേ എനിക്ക് ഈ കേസോടെ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇവിടെ ഒരു നായ കടിച്ചോണ്ട് വന്നിരിക്കുന്നതേ ഒരു മനുഷ്യന്റെ കൈപ്പത്തിയാ. ഇനി അയാളെ ആരെങ്കിലും കൊന്നതാണോ, കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് പട്ടി മാന്തി എടുത്തതാണോ, അതോ ഇനി കേസിനെ ആരെങ്കിലും ചുറ്റിക്കാൻ വേണ്ടിയിട്ട് കൈ മാത്രം അറുത്തുകൊണ്ടുവന്ന് റോഡരികിൽ ഇട്ടതാണോ എന്നൊന്നും അറിയില്ല. കൈപ്പത്തി ആദ്യമായിട്ട് കണ്ടവരും ചുറ്റുവട്ടത്തുള്ളവരും ഒക്കെയാ ഇപ്പോ ഇവിടെ നിൽക്കുന്നതേ. അതെ, സത്യസന്ധമായ രീതിയിൽ അവരവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിലേ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. എന്റെ പൊന്നു സാറേ, ഏതോ ഒരു നായ എവിടുന്നോ ഒരു കൈപ്പത്തി കടിച്ചു പിടിച്ച് വന്നതിന് ഞങ്ങളെ എന്തിനാണ് സാറിങ്ങനെ ക്രൂശിക്കുന്നത്? അല്ല, ഇതിലിപ്പോ ഞങ്ങളൊന്ന് തെറ്റ് ചെയ്തിട്ടാ? ഗോപാലകൃഷ്ണ, തെറ്റ് ചെയ്തോ ഇല്ലയോ അത് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടത്. നീലടാ കൈപ്പത്തി ആദ്യം കണ്ടത്? അതെ സാർ. ഇങ്ങോട്ട് നീങ്ങില്ലടാ. ആ നായ കൈപ്പത്തി എവിടുന്ന് കൊണ്ടുവരുന്ന നീ കണ്ടത്? പട്ടി ഇറങ്ങി വന്നത് ശാരദ വരെ പറമ്പിന്നാ. ഈ പറമ്പിന്നോ? ആ, ഞാൻ കണ്ടതല്ലേ. ആ ഭാഗത്തുനിന്നോ. അപ്പൊ പട്ടിയുടെ വായിലേ ഈ കൈപ്പത്തി ഉണ്ടായിരുന്നു. കുമാര, നീ വെറുതെ ഇല്ലാത്ത പറയരുത് കേട്ടോ. ഞാൻ ഉള്ള സത്യമാ പറഞ്ഞ. ഞാൻ കണ്ടതാ സാറേ. അതിന്റെ അകത്തുനിന്ന് വേലി നിന്നാ പട്ടി വന്നത്. സാറേ, ഇയാൾ മനഃപൂർവ്വം ഞങ്ങളോട് വൈരാഗ്യം തീർക്കുക. കഴിഞ്ഞ ദിവസം ഇയാൾ കുടിച്ച് കടയിൽ വന്നതിന് ഞാൻ അല്പം മോശമായിട്ട് സംസാരിച്ചു. അതിന്റെ പേരില്
ഇയാൾ അച്ഛനുമായി വാക്കേറ്റ് ഒന്നും തള്ളുമൊക്കെ ഉണ്ടാക്കിയതാ. ഇപ്പൊ ഇങ്ങനൊരു കാര്യം വന്നപ്പോ അയാൾ ആ വൈരാഗ്യവും വെച്ച് പെരുമാറുന്നത്. എന്തായാലും ഇതൊരു ചെറിയ സംഭവമൊന്നുമല്ല, കൊലപാതകമാണേ. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നല്ല ക്ലിയർ മർഡർ. കുഴിച്ചിട്ടപ്പോ പട്ടി മണത്ത് കണ്ടുപിടിക്കുമെന്ന് കരുതിയില്ലല്ലേ? പട്ടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഈ മനുഷ്യ മാംസത്തിന്റെ മണമുണ്ടല്ലോ, അത് പെട്ടെന്ന് തിരിച്ചറിയും. തെളിവുകളും മൊഴികളും ഒക്കെ കുഴപ്പമാണല്ലോ ശാരദാമ്മേ. സാറേ, ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. വെറുതെ ഈ കേസിലേക്ക് നിരപരാധികളായ ഞങ്ങളുടെ കുടുംബത്തെ വലിച്ചഴക്കരുത്. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. കൈപ്പത്തിയുമായി ആ തെരുവുനായി ഇറങ്ങി വന്നു എന്ന് പറയുന്നത് നിങ്ങളെ കോമ്പൗണ്ടിനകത്തുനിന്നാ. അതിന് ദൃക്സാക്ഷിയുണ്ട്. സാർ, ഞങ്ങളുടെ കോമ്പൗണ്ടിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് വിജനമായൊരു സ്ഥലമാണ്. അതിനപ്പുറം പുഴയാണ്. അതിലൂടെ ഒഴുകി വന്ന ഏതെങ്കിലും ബോഡിയിൽ നിന്ന് അറ്റുപോയ കൈപ്പത്തിയാണ് നായ കടിച്ചെടുത്തുകൊണ്ട് വന്നതെങ്കിലോ? അങ്ങനെ അവൻ സാധ്യതയില്ലേ സാറേ? പക്ഷേ ഞാൻ നിങ്ങളെ സംശയിക്കാൻ ഇതൊന്നുമല്ല കാരണം. ഈ കുമാരൻ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കുടിയനല്ലേ, എപ്പോ വേണമെങ്കിലും മാറ്റി പറഞ്ഞേക്കാം. പക്ഷെ എനിക്കറിയേണ്ടത് മറ്റൊരു വിവരം. ഒരാളെ ഇതിനു മുമ്പ് ഈ ചുറ്റുപാടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അയാളുടെ പേര് നസീർ. അയാൾ അവസാനം ഫോൺ ചെയ്തു എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിനകത്തുനിന്ന്. അന്നത്തെ ആ ഫോൺ വിളിക്ക് ശേഷം നസീറിന്റെ ശബ്ദം പിന്നെ ഈ ഭൂമിയിൽ ആരും കേട്ടിട്ടില്ലേ? നസീർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നസീറിന്റെ ബോഡിയിൽ നിന്ന് മറ്റുപോയ കൈപ്പത്തിയും കൊണ്ടാണ് ആ തെരുവ് നായ വന്നിട്ടുള്ളെങ്കിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൂടെ തൂക്കിയെടുത്ത് അതിടേണ്ടി വരും. നസീറിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്ന കുറ്റത്തിന്. അത് ശരി, ആനക്ക് അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പൊ സംഗതി ടേസ്റ്റാ. അല്ല ഗോപലകൃഷ്ണ, ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പണിയെടുത്തിയത്? ഓരോരോ അവയവങ്ങൾ പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കി കുഴിച്ചിടുകയായിരുന്നോ, അതോ മറ്റു വല്ല മോഡേൺ ടെക്നിക്കും ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ? ഇനി അതുമല്ല, അതിനുവേണ്ടി ഇനി വല്ല കൂടിയ ബുദ്ധിയും ഇതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ടോ? വല്ല IAS ബുദ്ധിയോ മറ്റോ ഇതിന്റെ പിന്നിൽ വന്നിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചതേ.